അസ്സലാമലൈക്കും. സൗദിന്റെ ഒതന്റിക് ഫ്ലവറോട് കൂടിയിട്ടുള്ള ഒരു കബ്സ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ അറബിക് കബ്സ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഗോൾഡൻ ബസുമതി റൈസ് ആണ്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കബ്സ ഉണ്ടാക്കിയെടുക്കാൻ എടുക്കുന്ന പാത്രം സ്റ്റൗവിലേക്ക് മാറ്റുക. ഈ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട്, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ചൂടാകണം. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 2 ബേ ലീഫ്, 1 കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് മീഡിയം സൈസിലുള്ള 2 സവാള കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയുടെ നിറം ബ്രൗൺ നിറത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നീട് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി പെട്ടെന്ന് ആയി കിട്ടാൻ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് ഇതിലേക്കായിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതുവരെയായിട്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കബ്സ മസാലപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ചേർത്ത കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയത്. മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇത് വല്ലാതെ അങ്ങോട്ട് ഡ്രൈ ആയി പോയി എന്നുണ്ടെങ്കിൽ ഇതിലേക്കായിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരു കുഴമ്പ് രൂപത്തിലായി കിട്ടണം കേട്ടോ. ഇങ്ങനെ ആയി കിട്ടിയാൽ ഇതിൽ നിന്നും അല്പം എടുത്ത് പറഞ്ഞാൽ 2 ടീസ്പൂണോളം എടുത്ത് മാറ്റി വെക്കുക. ശേഷം ഈ കപ്സയിലേക്ക് ആവശ്യമായ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. 2 ചിക്കൻ്റെ ലെഗ് പീസാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ ഈ മസാലയിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചിക്കൻ്റെ നിറം മാറുന്നതോട് കൂടിയിട്ട് ചിക്കനിലേക്ക് 4 പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 2 റെഡ് ലെമണും ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1 പിടി മല്ലിയില വളരെ ചെറിയ രീതിയിൽ കഷ്ണങ്ങളാക്കിയത് അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. ശേഷം ഇതിലേക്കായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 4 കപ്പ്. നമ്മൾ ചേർത്തിയ ഉപ്പ് വളരെ കുറവാണെന്ന് തോന്നി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചാണ് വേവിക്കേണ്ടത്. ഞാനിവിടെ 15 മിനിറ്റാണ് മൂടി വെച്ച് വേവിക്കുന്നത്. ചിക്കന്റെ മൂപ്പിനനുസരിച്ചിട്ട് വേവിന്റെ സമയം കൂടും കേട്ടോ. മന്തി, കബ്സ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ 1.5 കിലോന് താഴെ വരുന്ന ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. 15 മിനിറ്റിന് ശേഷം ഞാൻ ചിക്കൻ ഇവിടുന്ന് എടുത്ത് മാറ്റി കേട്ടോ. ഇനി റൈസ് വേവിച്ചെടുക്കുന്നത് ഈ ഗ്രേവിയിലിട്ട് തന്നെയാണ്. അതുകൊണ്ട് 30 മിനിറ്റ് സോക്ക് ചെയ്ത റൈസ് ഞാൻ ഈ ഗ്രേവിയിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം താഴെയായും റൈസ് മുകളിലായിട്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇത് മൂടി വെച്ചാണ് വേവിക്കേണ്ടത്. അതിനാദ്യം ഇതിന് മുകളിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഫോയിൽ പേപ്പർ വിരിച്ച് ഇതിനെ മൂടി വെച്ച് 30 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ദം ചെയ്യേണ്ടത്. ഇത് ദമ്മിനിട്ട സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്കായിട്ടുള്ള ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. സൽസ. ഇതിനായിട്ട് ഒരു ചോപ്പറിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ പകുതി, 2 തക്കാളി, 2 റെഡ് ചില്ലി, 2 വെളുത്തുള്ളി, 1 പിടി മല്ലിയില ഇതും കൂടെ ചേർത്തിട്ട് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതായാലും വിരോധമില്ല. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് കബ്സയുടെ കൂടെ കഴിക്കുന്ന സൽസ. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനിലേക്ക് മസാലയിൽ നിന്നും 2 ടീസ്പൂൺ മസാല മാറ്റി വെച്ചിരുന്നു. ആ മസാല ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഈ പാനിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അധിക സമയം വേവിക്കേണ്ടതില്ല. 2 വശവും നല്ലപോലെ തന്നെ ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി. 4-5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിന്റെ പാനിലിട്ട വശം ഉണ്ടല്ലോ അതൊരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇത് തിരിച്ചിട്ട് കൊടുക്കുക. 2 വശം ഒരുപോലെ ആയി കഴിഞ്ഞാൽ ഒരു മാറ്റുക. ഇനി നമുക്ക് റൈസ് നോക്കാം. 30 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി നമുക്ക് ദം പൊട്ടിച്ച് നോക്കാം. മാഷാ അല്ലാ, നമ്മുടെ റൈസ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വളരെ സാവധാനം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് റൈസ് ആവശ്യാനുസരണം വിളമ്പിയെടുക്കാം. കബ്സ, മന്തി ഇതെല്ലാം ആദ്യ തവണയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശരിയാവണമെന്നില്ല. പല തവണ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തിയും കബ്സയും ഒക്കെ റെഡിയായി വരുന്നത്.
ഈ റൈസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെതായ കൂട്ട് ശരിയായിട്ടില്ലെങ്കിൽ റൈസിന് രുചി കിട്ടൂല കേട്ടോ. അപ്പോൾ മന്തി റൈസൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നന്നായി ചെയ്യുന്നവരുടെ കൂടെ കൂടി നന്നാക്കി നോക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സൗദിൻ്റെ ഒതന്റിക് ഫ്ലേവറോട് കൂടിയിട്ടുള്ള കപ്സ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.